ല്ലേ? അപ്പം നമ്മളൊരു വിഷയം വിശ്വാസത്തിലേക്കോ പ്രത്യാശയിലേക്കോ ദൈവസ്നേഹത്തിലേക്കോ കൺവേർട്ട് ചെയ്യുമ്പോൾ വേറെ ഒരു അരൂപിയും ഇതിൽ കയറി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉറപ്പ് വരുത്തണം. വേറെ അരൂപി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എപ്പോഴും ഇതൊരു സ്കാനിങ്ങിന് വിധേയമാക്കിയിട്ടാണ് ഈശോ പ്രാർത്ഥനകളെ സ്വീകരിക്കുന്നത്. നമ്മളതിൻ്റെ ടെക്നിക്ക് അറിയണം. എന്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും അതൊരു സ്കാനിങ്ങിലൂടെ മാത്രമേ ഈശോ അത് സ്വീകരിക്കത്തുള്ളൂ. എന്താ സ്കാനിങ്? ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം, ദൈവത്തിന് പറയുന്ന കാര്യം ദൈവത്തിൻ്റെ സ്പിരിറ്റിന് അക്സെപ്റ്റബിൾ ആകണം. ദൈവത്തിൽ നമ്മളെപ്പോലെ 3 സ്പിരിറ്റ് വർക്ക് ചെയ്യത്തില്ല, ഒറ്റ സ്പിരിറ്റ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോഴും നമ്മൾ അതിന് ടെക്നിക്കൽ പ്രശ്നം മനസ്സിലാക്കണം. ദൈവത്തിൽ ഒറ്റ സ്പിരിറ്റ് വർക്ക് ചെയ്യത്തുള്ളൂ. എന്താണ്? പരിശുദ്ധ അരൂപി. നമ്മളിൽ 3 സ്പിരിറ്റ് വർക്കൗട്ട് ചെയ്യും. ദുഷ്ടാരൂപിയും ലോകാരൂപിയും വർക്കൗട്ട് ചെയ്യും. അപ്പോൾ സ്കാനിങ് വിധേയമാക്കുമ്പോൾ ഇതിൻ്റെ ലോകാരൂപി ഉണ്ടെങ്കിൽ സംഭവം റിജക്റ്റഡ് ആവും. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുന്നത്. ഇപ്പം സെബദീപുത്രന്മാരുടെ അമ്മ സലോമി വന്നിട്ട് കർത്താവിനോട് പറയും, നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ എൻ്റെ മകൻ ഒരാൾ ഇടതുവശത്തും ഒരാൾ വലതുവശത്തും ഉപവിഷ്ടനാകാൻ നീ കൽപ്പിക്കണം. അപ്പോൾ ഈശോ അത് സ്കാൻ ചെയ്തിട്ട് പറയും, ഇതിൽ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. ലുക്കാ 9:55 എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന് നിനക്ക് തന്നെ അറിയാത്തത് കൊണ്ടാണ് നിൻ്റെ പ്രാർത്ഥന ഒരു ദുരന്തമാകണതെന്ന്. അതാണ് പ്രശ്നം. എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന് നിനക്ക് തന്നെ അറിയാത്തതാണ്. അതാണ് ലുക്കാ 9:55. അപ്പോൾ പ്രാർത്ഥന റിജക്റ്റ് ചെയ്യണതല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈശോയിലേക്ക് കൊടുക്കുമ്പോൾ, കൺവേർഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയിൽ വേറെ അരൂപികളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ കൊടുക്കുമ്പോൾ ഈശോയ്ക്ക് പറ്റിയ അരൂപിയിൽ, ഇപ്പം ഞങ്ങൾ അച്ഛൻ ഇടയ്ക്ക് പറയാറുള്ള കാര്യമില്ലേ, ഇപ്പം നിങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം താമസിക്കുന്നു. നിങ്ങളുടെ കല്യാണം താമസിക്കുന്നതിന് ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു കാരണമാകും. എന്താ കാരണം? ചിലർ മൂത്ത മകനെ കെട്ടത്തില്ല, ചിലർ ഇളയ മകനെ കെട്ടത്തുള്ളൂ. അപ്പോൾ തന്നെ അരൂപി ചേഞ്ച് ചെയ്തില്ലേ? എന്താണ് ഈ മൂത്ത മകനെ കെട്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ അമ്മായിയമ്മനെയും അപ്പായപ്പനെയും ചുമക്കേണ്ടി വരുമെന്ന് പറയും. മൂത്ത മകനെ കെട്ടിയാൽ ഞാൻ അമ്മായിയമ്മനെ ഇളയ മകനെ എന്താണ് ഇളയമനെ കെട്ടാത്ത ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഇളയമനെ കെട്ടിയാൽ ഞാൻ അമ്മായിയമ്മനെയും ചുമക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഇളയ മകനെ കെട്ടത്തില്ലെന്ന് പറയും. അപ്പോൾ അവൾ മൂത്ത മകനെ കെട്ടാനിരിക്കുകയാണ്. എന്തിനാണ് മൂത്ത മകനെ കെട്ടണത്? കെട്ടി 1 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഒന്ന് പെറ്റിട്ട് മാറി താമസിക്കാമല്ല. നമ്മുടെ പൊന്നൊക്കെ പോണാകുമ്പോൾ തന്നെ മാറി താമസിക്കുക. അപ്പോൾ ആരെയും ചുമക്കേണ്ടി വരത്തില്ലല്ലോ. അപ്പോൾ ഈശ്വരനെ കൊണ്ട് തിരിച്ച് സ്കാനിങ്ങിന് വിധേയമാക്കുമ്പോൾ എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന് ചോദിക്കേണ്ടി വരരുത്. പറഞ്ഞ മനസ്സിലായി? ഇത് ഈസ് ഒരു സീരിയസ് തിങ്. എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന് കർത്താവിനെ കൊണ്ട് ചോദിക്കേണ്ടി വരരുത്. ഇപ്പം നീ 5 സെൻറ്റ് സ്ഥലം നീ ഉടമ്പടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. 5 സെൻറ്റ് സ്ഥലം തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 5, 50 എത്ര വേണമെങ്കിലും നിനക്ക് വെക്കാം. ആവശ്യമെങ്കിൽ കർത്താവ് തരും, അതിനൊക്കെ പ്രശ്നമില്ല. അരൂപി എന്ത് ചോദിക്കുന്നു എന്നതിനേക്കാൾ ഉപരി കർത്താവ് നോക്കണത് എന്താണ്? എന്തിനു വേണ്ടി ചോദിക്കുന്നു. ഇപ്പം 5 സെൻറ്റ് സ്ഥലം നീ എഴുതി വെച്ചു. അപ്പോൾ നിൻ്റെ മനസ്സിലിരിക്കണത് എന്താ? 5 സെൻറ്റ് സ്ഥലം കിട്ടിയാൽ ഇവിടുന്ന് ചാടിപ്പോകാമല്ലോ, പിന്നെ ആരുടെയും ബാധ്യത നമുക്ക് ഉത്തരവാദിത്തമായിട്ട് ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് നീ വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് റിജക്റ്റ് ചെയ്യും. കാര്യം വേറെ അരൂപിയാം. പരസ്നേഹമില്ലാത്ത കൊണ്ട് ഈ സംഭവം റിസപ്റ്റ് ചെയ്യത്തില്ല. നീ എന്നാ പറയേണ്ടത്? കർത്താവ് 5 സെൻറ്റ് സ്ഥലം കിട്ടിയ ഇപ്പം ഇവിടെ അനുജനൊക്കെ ജോലി ഈ നാട്ടിലില്ല, അവരെവിടെയാണെന്ന് അറിയത്തില്ല, വേറെ സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകണം, പോയി ജോലി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അപ്പനും അമ്മയും അങ്ങോട്ട് പോകത്തില്ല. എനിക്ക് സ്വസ്ഥവും സമാധാനമായിട്ടൊരു ഓഹരി തന്ന എൻ്റെ അപ്പനെയും അമ്മായിയപ്പനെയൊക്കെ ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലെ നോക്കിക്കൊള്ളാം എന്നെങ്ങാനും ഈശ്വരനോട് പറഞ്ഞാൽ അരൂപി ചേഞ്ച് പരസ്നേഹത്തിലേക്ക് വരും.
മറ്റത് ലോകാരൂപിയിൽ വരും, ചില സമയത്ത് ദുഷ്ടാരൂപിയിലേക്കും ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഒരു സീരിയസ് വിഷയമാണ്. അപ്പം നീ കാനഡയിലേക്ക് പോകാൻ വേണ്ടി അപേക്ഷ വെച്ചു. എന്നാത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് നീ കാനഡയിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിനക്ക് പറയാൻ പറ്റണം, അത് എൻ്റെ കുടുംബത്തിലെ കടങ്ങൾ പരിഹരിക്കണം. കാര്യം അപ്പനും അമ്മയും നിന്നെ പഠിപ്പിച്ചപ്പോൾ അവരൊരു പരുവായി കാണും. അല്ല, എൻ്റെ ആൻറ്റിയുടെ മകൾ കാനഡയിലാണ്, അവളുടെ കൂടെ പോകാനാണെന്ന് പറഞ്ഞേക്കരുത്. അതാണ് പ്രശ്നം. ആൻറ്റിയുടെ മകളും അങ്കിളിൻ്റെ മകളും ഒക്കെ കാനഡയിലും സ്വിറ്റ്സർലൻഡിലുമാണ്. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ ജോലി ഗവൺമെൻറ് PSC ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അവിടെ ഒപ്പം നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവത്തില്ലെന്ന് വിചാരിച്ച വിഷയം മാറി. അതാണ് പ്രശ്നം. നമ്മൾ വെക്കുമ്പോൾ അരൂപി എന്താണെന്നുള്ളത് വളരെ കാര്യം കർത്താവിൻ്റെ രീതി അനുസരിച്ച് എല്ലാ ഒരു ജെന്യുവിനായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും തരാൻ പറ്റാത്ത കാര്യമാണെങ്കിലും ജെന്യുവിനാണ് ആഗ്രഹമെങ്കിൽ കർത്താവ് അത് മാനിക്കണ രീതിയാണ്. നമുക്ക് തരാനുള്ള യോഗ്യതയില്ല, പക്ഷേ നിൻ്റെ ആഗ്രഹം ജെന്യുവിനാണ് എങ്കിൽ കർത്താവ് നിൻ്റെ ആഗ്രഹത്തെ മാനിക്കും. ഇപ്പോൾ ആ കാനങ്കാരിയില്ലേ, കാനങ്കാരിയോട് ഈശോ എന്നാ പറയണത്? കാനങ്കാരി പറയും, എൻ്റെ മകൾക്ക് പിശാച് ബാധിച്ചിരിക്കുകയാണെന്ന് പറയും. എനിക്ക് വേറെ ഒരു മാർഗ്ഗം, എൻ്റെ കുടുംബം മുഴുക്കും വെണ്ണീറായി തീർന്ന് ഇനി എനിക്ക് ഇനി മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് പറയുമ്പോൾ കർത്താവ് എന്നാ പറയും? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ലെന്ന് പറയും. പക്ഷേ അങ്ങനെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ കാനങ്കാരി ഇത് റിജക്റ്റായിട്ടും അവൾ കർത്താവിൻ്റെ പിന്നാന്ന് മാറണില്ലല്ല. അതിനാണ് ഫസ്റ്റ് ഫേസ് മാറി. ആദ്യം അവൾക്ക് വിശ്വാസം എന്താണ്? കർത്താവ്, എൻ്റെ മകൾക്ക് പിശാച് ബാധ്യതയാണ്, അവളെ നീ സുഖപ്പെടുത്തണം. ഞാൻ വേറെ പലയിടത്തും അവലംബിച്ചിട്ട് അവൾ മുമ്പത്തേക്കാൾ മോശമായിരിക്കുന്നു. അപ്പം വിശ്വാസത്തോടെ ആ പ്രാർത്ഥന വെച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ അത് മെറിറ്റോറിയസ് അല്ല, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക. കാരണം നീ ദൈവത്തെ അറിയാത്ത ആളാണ്. ദൈവത്തെ അറിയാത്തവർക്ക് അനുഗ്രഹം കിട്ടേണ്ട കാര്യമില്ല, അതുകൊണ്ട് റിജക്റ്റ് ചെയ്തിരിക്കണം എന്ന് പറയും. അപ്പോൾ ഇവളെന്നാ ചെയ്യും? ഇവൾ കർത്താവിൻ്റെ പിന്നാന്ന് മാറത്തില്ല. അതിനാണ് ശരണമെന്ന് പറയണത്. വിശ്വാസമെന്ന പുണ്യം കൊണ്ട് ചില സംഭവങ്ങൾ നടക്കത്തില്ല, റിജക്ഷൻ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുണ്യം ചേഞ്ച് ചെയ്യും. ദൈവിക പുണ്യം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും? കാനങ്കാരി കർത്താവിൻ്റെ പത്രോസ് പറയും, കർത്താവേ ഇവളെ പറഞ്ഞു വിട്, ഇവളെ കരഞ്ഞുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നത് കാണുന്നില്ല, പിന്നാലെ കൂടുകയാണ്. അതിനാണ് ശരണമെന്ന് പറയണത്, ശരണമെന്ന പുണ്യം. അപ്പോഴേ ആണ് കർത്താവ് പറയണത് പത്രോസിനോട്, നായ്ക്കളുടെ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. അപ്പം വിശ്വാസത്തിലാണ് ആദ്യം പ്രാർത്ഥിക്കണത്. അപ്പോൾ കർത്താവ് ഒന്നും മിണ്ടിയില്ലെന്നാണ് ബൈബിൾ പറയണത്, മൗനമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. അപ്പോൾ ഉടനെ അവർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വെച്ചു. ആരുടെ? പത്രോസിനോട് പറഞ്ഞു, ഒന്ന് പറയേ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ ഇതല്ലേ, അത് ചത്തുപോയാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, ഒന്ന് പറയുമെന്ന് പറയുമ്പോൾ പത്രോസ് പറയും, സി ജീസസ്. അവളിങ്ങനെ പിന്നാലെ കരഞ്ഞുകൊണ്ട് എന്നെ കാണുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അടുത്താണ് ശരണമെന്ന പുണ്യം നീ കാണുന്നില്ലെന്നാ. പിന്നാലെ കരഞ്ഞുകൊണ്ട് വരണ അല്ല പ്രശ്നം. പത്രോസ് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് വെക്കണത് അവളുടെ ശരണമാണ്. അവൾ നേരിട്ട് വെച്ചത് എന്താണ്? അവളുടെ വിശ്വാസമെന്ന കാര്യം. കർത്താവ് കാണുന്നത് എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ പറയുന്ന വിഷയങ്ങളല്ല, പിശാചും ജോലിയൊന്നുമല്ല കർത്താവ് കാണുന്നത്. കർത്താവ് കാണുന്നത് എന്താണെന്ന് പത്രോസിന് അറിയാം. പത്രോസ് ഉടനെ അവളുടെ ശരണമെന്ന പുണ്യം എടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയും, സി ജീസസ്. അവൾ പിന്നാലെ വരണത് കാണുന്നില്ലേ എന്ന് ചോദിക്കും. അവൾ ശരണപ്പെടുന്നത് കാണുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോഴാണ് ശരണത്തിന് ബ്ലോക്ക് ചെയ്യും. ശരണത്തെ ബ്ലോക്ക് ചെയ്തിട്ട് പറയും, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. ഉടനെ ഇവള് ശരണത്തിൻ്റെ ബ്ലോക്കും വരുമ്പോൾ റിജക്ഷൻ വരത്തില്ലേ. ഈ മൂന്നാമത്തെ റിജക്ഷൻ ഫീൽഡിൽ വന്നപ്പോൾ ബൈബിള് നമ്മളെ പഠിപ്പിക്കണേ എങ്ങനെയാണ് ദൈവദരിസനെ വ്യാപരിക്കേണ്ടതെന്ന്. ബൈബിൾ വായിക്കണത് എന്തിനാണ്? ദൈവത്തെ അറിയാനാണ് നമ്മൾ പഠിക്കണം. മൂന്നാമത്തെ ഫീൽഡ് വരുമ്പോൾ കാനങ്കാരി പറയും, കർത്താവേ
അത് ശരിയാ അങ്ങ് പറഞ്ഞത്, ഞാൻ പട്ടിയാണ്. അവിടെ എന്ത് സംഭവിക്കണത്? ഇവിടെ നേരെ ഈ ശരണമെന്ന പുണ്യം മുമ്പ് എളിമപ്പെടുന്നതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. മനസ്സിലായില്ലേ? പ്രാർത്ഥനയുടെ മെയിൻ സംഭവമാണത്. ശരണമെന്ന പുണ്യം പരാജയപ്പെട്ട ജസ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കർത്താവേ അത് ശരിയാണ്, ഞാൻ പട്ടിയാണ്. എങ്കിലും നായ്ക്കൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറില്ലേ? അതെന്നുള്ളത് എളിമയാണ് ശരിക്കും. എന്തെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ച് ഈ വിശ്വാസത്തിൻ്റെ ഫീൽഡും ഔട്ടായി ശരണത്തിൻ്റെ ഫീൽഡും ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് എളിമയാണ്. ഈ എളിമയുടെ ഭാഗമായിട്ടാണ് തപസ് വരണത്. മനസ്സിലായില്ല? തപസ് നമ്മൾ ചെയ്യണത് ചാരം പൂശി തപസ്സിരിക്കണത് എന്തിനാ? തപസ് ചെയ്യണ എളിമയെ നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണ്. ബൈബിളിൽ തപസ് വരണ എപ്പോഴും എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഉപവസിക്കുമ്പോൾ, ഉടമ്പടിയിൽ ഉപവാസമില്ലേ? അപ്പോൾ ഉപവസിക്കുമ്പോൾ എൻ്റെ മക്കളും മനസ്സിലാക്കണം, ഉപവാസത്തിൻ്റെ കൊമ്പും വെച്ചുകൊണ്ട് നടക്കരുത്. ഉപവസിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളെ പട്ടിണി കിടത്തുക എന്നല്ല, നമ്മളെ എളിമപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്.